തൊലിയുമെലിമ്പു മലം ദുരന്തം അന്തക്കലകളുമെന്തും അഹന്തയെന്നു കാൺകെ, കലകളുമെന്തും അഹന്തയൊന്നു കാൺകെ. പൊലിയുമിതന്യ പൊലിഞ്ഞു പൂർണ്ണമാകും വലിയൊരഹന്ത വരാവരം തരേണം. നോക്കൂ, ശ്രദ്ധിക്കുക. നമ്മൾ ഓപ്പറേഷൻ തിയേറ്ററിൽ കൊണ്ടുപോയി ഒന്ന് കീറി മുറിച്ചെടുക്കുന്ന ഒരു പരിപാടി തന്നെയാണ് ഗുരു ഇവിടെ ചെയ്യുന്നത്. നമ്മളെ ഒന്ന് സ്കാൻ ചെയ്യണം. ഇവിടെ ആത്മോപദേശ ശതകമാകുന്ന സ്കാനിങ് മെഷീൻ്റെ അകത്തേക്ക് കയറ്റി നമ്മളെ സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ എന്തൊക്കെയാണ് കിട്ടുക? ഇവിടെ പറയുന്നു, തൊലിയുമെലുമ്പുമലം ദുരന്തമന്ത കലകളുമെന്തും അഹന്തയൊന്ന് കാണുക. ഒന്ന് നമ്മളെ സ്കാൻ ചെയ്യാൻ പറയാം, ഒന്ന് കണ്ടോളാൻ. എന്തൊക്കെയാണ് കാണുന്നത്? തൊലി, ത്വക്ക്, എലുമ്പ്, എല്ല്, അസ്ഥികൾ, അതുപോലെ മലം, മൂത്രം, നേരത്തെ പറഞ്ഞല്ലോ, ത്വങ്, മാംസ, രുധിര, സ്നായു, മേധോ, മജ്ജ, അസ്ഥി, സങ്കുലം, മൂത്രം, പൂർണ്ണപുരീഷാഭ്യാം. സപ്തധാതുക്കളെ കൊണ്ട് നിർമ്മിതമാണ് നമ്മുടെ ശരീരം. സപ്തധാതുക്കൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം പുറമേ കാണുന്ന ത്വക്ക്, പിന്നെ ഇതിൻ്റെ അടിയിൽ മാംസമുണ്ട്, മാംസം. രുധിരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രക്തം. പിന്നെ സ്നായു എന്ന് പറഞ്ഞാൽ ഞരമ്പ്. പിന്നെ മേധസ് എന്ന് പറഞ്ഞാൽ കൊഴുപ്പ്. മജ്ജ എന്ന് പറഞ്ഞാൽ എല്ലിനകത്തുള്ള ബോൺമാരോ, മജ്ജ. അസ്ഥി, എല്ല്. പിന്നെയോ മലവും മൂത്രവും. ഇത്രയാണ് നമ്മുടെ അകത്ത്. ഇതൊന്ന് കണ്ടോളാൻ പറയുക. കാണുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കീറി കാണണം എന്നല്ല, ഇതൊക്കെയാണ് നമ്മൾ. ഇതൊന്ന് കാണുക. തൊലിയും എലുമ്പ് മലം ദുരന്തം അന്തക്കലകളും. ഇതെന്താണ്? ദുഃഖം തന്നുകൊണ്ടിരിക്കുന്ന അന്തക്കലകൾ, ആന്തരികമായിട്ടുള്ള പല സങ്കല്പ വികല്പങ്ങൾ, മനസ്സുണ്ടാക്കി തീർക്കുന്ന ഓരോരോ പ്രശ്നങ്ങൾ, ഇതൊക്കെയുണ്ട്. പറയുന്നത് ഇവിടെ ഗുരു നല്ലൊരു ഒരു പ്രയോഗമുണ്ട്, ഏന്തും അഹന്ത. ഏന്തും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിച്ചു കയറ്റിയിരിക്കുക. അത് ഉള്ളതല്ല, നമ്മൾ തന്നെ വെറുതെ എടുത്ത് കയറ്റിയതാണ്. ഏന്തും അഹന്ത, നമ്മൾ തന്നെ വലിച്ച് എടുത്ത് തലയ്ക്കകത്തേക്ക് മുകളിലേക്ക് കയറ്റി വെച്ച് ആ അഹങ്കാരത്തെ അതൊരു തരത്തിലുള്ളത് എന്ന് പറയാം. അതിനെ പറയുക കാണുക. അത് കാണാൻ ആരാണ് നമ്മൾ ഈ കാണുന്ന വെറും കേവലം മജ്ജയും മാംസവും, അല്ലെങ്കിൽ അതിൻ്റെ ബൈ പ്രോഡക്റ്റ് ആയിട്ടുള്ള, അതിൽ നിന്ന് തന്നെ ഉത്പന്നമായിട്ടുള്ള മലമൂത്രമാകുന്ന ഒരു ഭാണ്ഡം. പറയണു, പൊലിയും ഇതെന്താണ്? ഇത് നശിക്കുന്നതാണ്. ഇത് നശ്വരമാണ്. ഇതിന് 6 അവസ്ഥാവിശേഷങ്ങളുണ്ട്. എന്തൊക്കെയാണ്? അസ്ഥി എന്ന് പറഞ്ഞാൽ ഇവിടെ പറയുന്നത് എല്ലല്ല. ഉണ്മ, ജായതേ, വർദ്ധതേ, വിപരീണമതേ, അപക്ഷീയതേ, വിനശ്യതി. ഇത് ഷഡ്വികാരവതേതത് സ്ഥൂല ശരീരം. 6 വിധത്തിലുള്ള പരിണാമങ്ങൾക്ക് വിധേയമാണ് ഈ സ്ഥൂല ശരീരം. ഏതൊക്കെയാണ് ഈ പരിണാമങ്ങൾ? ഇത് ഉണ്ടായി, ജായതേ വളരുന്നു, വർദ്ധതേ ഇതിന് മാറ്റങ്ങൾ ഉണ്ടാകുന്നു, വിപരീണമതേ മാറ്റങ്ങൾ ഉണ്ടാകുന്നു, പിന്നെയോ അപക്ഷീയതേ ഇതിൽ ജരാനരകളൊക്കെ വന്ന് അപക്ഷീയതേ ഇതിന് ക്ഷയിക്കുന്നു, ക്ഷയം ഉണ്ടാകുന്നു, വിനശ്യതി ഇല്ലാതെയാകുന്നു. അപ്പോൾ അത് ഉണ്ടായി വളർന്ന് പെരുകി ക്ഷയിച്ച് നശിക്കുന്നു. ഏത്? ഈ സ്ഥൂല ശരീരം. അതിനെ കാണാൻ പറയുക. എന്നിട്ടോ ഇനി പൊലിയും ഇത് നശിച്ചു പോകുന്ന നശ്വരമാണ്. ഇതിൻ്റെ സ്വഭാവം ഇന്നതാണ്. അന്യ പൊലിഞ്ഞു പൂർണ്ണമാകും. ഇനി അന്യ എന്ന് പറഞ്ഞാൽ മറ്റത്. ഇതിൻ്റെ ശരി അഹമെന്ന ബോധം പൊലിഞ്ഞു പൂർണ്ണമാകും. അനേകമായ ഈ അഹന്തയ്ക്ക് ഈ അഹന്തയുടെ ഒരു നാശമുണ്ട്. അഹംഭാവത്തിൻ്റെ, അതാണ് നേരത്തെ പറഞ്ഞത്, അഹന്തയുടെ നാശത്തിലാണ് ഈ അഹംബോധത്തിൻ്റെ ഉണർവ്. അതിനെ ഗുരു പറയുകയാണ്, വലിയൊരു അഹന്ത വരാവരം തരേണം. ഈ വലിയൊരഹന്ത എന്ന് പറയുമ്പം ഈ അറിവ് കൊണ്ട് നമുക്കൊരു അഹങ്കാരം ഉണ്ടാവും.
ഞാൻ എന്നെ അറിഞ്ഞു എന്ന്. അങ്ങനെ ഒരു അഹങ്കാരം എനിക്ക് വരരുതേ എന്നൊരു പ്രാർത്ഥനയും കൂടെ പറയുക. അപ്പം സത്യത്തെ അറിയുന്നവന് ഞാൻ ജ്ഞാനിയാണ്, ഞാൻ സത്യത്തെ അറിഞ്ഞവനാണ് എന്നൊരു അഹങ്കാരം ഉണ്ടാവരുത്. അതും ശേഷിക്കാൻ പാടില്ല എന്ന് പറയാം. അപ്പം നേരത്തെ ഗുരു പറഞ്ഞത് ഞാനിനെ സൂക്ഷ്മമായി വിശകലനം ചെയ്യാൻ. അപ്പം ഞാൻ ആരാണെന്ന് മനസ്സിലാവും. ശരിക്കും ഈ നമ്മൾ സിനിമയെക്കുറിച്ച് ഒരു നടനം ചെയ്യുന്ന സമയത്ത്, അദ്ദേഹം അഭിനയിക്കുന്ന സമയത്ത് അദ്ദേഹം അതല്ല എന്ന് പറയുക. ആ കഥാപാത്രത്തെ ആവേശിക്കുകയാണ്, തൽക്കാലത്തേക്ക് സ്വീകരിക്കുകയാണ്, എന്നിട്ട് ആ കഥാപാത്രത്തെ അഭിനയിക്കുന്നു എന്ന് പറയും. വാസ്തവത്തിൽ അയാൾ ആരാണ്? അയാൾ വേറിട്ടൊരാളാണ്. മറ്റേതോ അത് അദ്ദേഹം ആവേശിച്ചത്. ഇതുപോലെ നമുക്ക് നമ്മുടെ ശരിയായ സ്വരൂപത്തിൽ ആവേശിച്ചതാണ് നമ്മളിപ്പോൾ കാണുന്നതൊക്കെ. ഒരു രസമാണത് അങ്ങനെ നോക്കിയാൽ. ആ നിലയ്ക്ക് നമുക്ക് ഒരുപാട് റോള് തന്നിട്ടുണ്ട് വലിയ നാടകം അഭിനയിക്കാൻ. അതുകൊണ്ടാണല്ലോ പലരും പറഞ്ഞത് ജീവിതം നാടകമാണ്, അതിലെ കഥാപാത്രങ്ങളാണ് നമ്മൾ ഓരോരുത്തരും എന്നൊക്കെ. അപ്പം നമ്മളിൽ വന്ന് ചേർന്നതാണ് ഇതൊക്കെ. നമുക്ക് ഇതിൽ നിന്ന് വിട്ടിട്ടൊരു ശരിയായ ഭാവമുണ്ട്. മുല്ല പറയുന്ന ഒരു തമാശ വളരെ ആലോചിക്കാൻ വകയുള്ളതാണ്. വീട്ടിൽ ഒരു വലിയ ശബ്ദം കേട്ടു എന്നാണ്. അപ്പം ശബ്ദം കേട്ടപ്പോൾ ഭാര്യ ചോദിച്ചു, എന്താ ഇത്? ഒരു ശബ്ദം, വലിയൊരു ശബ്ദമാണ്, പടപടോ എന്നും പറഞ്ഞിട്ടാണ്. അപ്പോൾ പറഞ്ഞു, അത് എൻ്റെ ഷർട്ടും മുണ്ടും വീണതാണ്. ഷർട്ടും മുണ്ടും വീണ ഇത്ര വലിയ ശബ്ദം, അതിനകത്ത് ഞാനും ഉണ്ടായിരുന്നു എന്ന് പറയും. അപ്പോൾ ഇതൊരു വലിയ ഫിലോസഫിയാണ്. അപ്പോൾ ഷർട്ടും മുണ്ടും വീണപ്പോൾ ഇത്ര ശബ്ദം. കാരണം തന്നെ സംബന്ധിച്ച് താൻ എന്താണ്, തൻ്റെ മേത്ത് അല്ലെങ്കിൽ അതിനകത്ത് ഞാൻ ഉണ്ടായിരുന്നു എന്ന് പറയുമ്പം നമ്മളുടെ എല്ലാ വീഴ്ചയിലും ഇത് വീഴുന്നുണ്ടോ? വീഴില്ല. ഏത് വീഴുന്നില്ല? എന്തൊക്കെ ബാഹ്യമായ വിഴലുകൾ ഉണ്ടെങ്കിലും ഞാൻ എന്ന ബോധത്തിനൊരു വീഴ്ചയില്ല എന്ന് പറയാം. അതുകൊണ്ട് ഞാനെ ഉറപ്പിക്കുകയാണ് ഇവിടെ. ആ ഞാനെ അറിയുമ്പം ഞാൻ കേമനാണെന്ന് അറിയരുത്. അല്ലെങ്കിൽ എനിക്കിപ്പം മനസ്സിലായി ഞാൻ ആരാണ്, ഞാൻ നിസാരനൊന്നുമല്ല എന്നുള്ള ഒരു അഹന്ത വരാതെ വളരെ സൂക്ഷിക്കണം. അതുകൊണ്ട് അതിനാണ് വിദ്യ എന്ന് പറയാം. വിദ്യ എന്ന് പറഞ്ഞാൽ എന്താ? വേദ്യം വിദ്യതേ യയാ സാ വിദ്യ. അറിയേണ്ടതിനെ അറിഞ്ഞു കഴിഞ്ഞാൽ എന്തുണ്ടാവും? അതാണ് ഉപനിഷത്ത് അവതരിപ്പിക്കുന്നത്. വിദ്യ വിനയ സമ്പന്നേ. ഈ അഹത്തിനെ പിടികിട്ടിയാൽ വിനയാന്വിതനാകും. അതുകൊണ്ടാണ് തുടക്കത്തിൽ ഗുരു പറഞ്ഞത് തെരുതെരേ എന്ന് വീണു വണങ്ങിയോതിടണം. അതുകൊണ്ട് ഈ ഒരു വീണുവണങ്ങൽ ഈ വിദ്യയെ സ്വായത്തമാക്കുന്നതിൽ, സ്വാംശീകരിക്കുന്നതിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. അല്ലെങ്കിൽ ഈ ഒരു അഹങ്കാരം കൂടെ കൂടും ബാക്കിയുള്ളതിൻ്റെ കൂട്ടത്തിൽ. ഞാൻ ഇതിനെ അറിഞ്ഞു എന്നുള്ളൊരു അഹങ്കാരം. അതുകൊണ്ട് ആ അഹം എന്ന ഭാവം തോന്നാതിരിക്കാൻ കൂടെ പ്രാർത്ഥിക്കണം എന്ന് പറയാം. വരാവരം തരേണം. അത് വരാതിരിക്കാനുള്ള വരത്തെ തരേണ്ടതാകുന്നു. അതെന്നിൽ വരരുത്. അപ്പം ഇതെന്താണ് പറഞ്ഞു വന്നത്? മറ്റുള്ളവനോട് പറയാനല്ല. നമുക്ക് ഞാൻ എന്താണ് എന്ന് ചോദിക്കുമ്പം, അപ്പം നിങ്ങൾ ഈ ആത്മോപദേശ ശതകത്തെ ഉൾക്കൊണ്ട് ഞാൻ ആരെന്ന് ശരിക്കും തിരിച്ചറിഞ്ഞ് ഒരാൾ നമ്മളോട് ചോദിക്കുകയാണ് നിങ്ങൾ ആരാണ് എന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ പേര് പറയണം, നമ്മുടെ ജോലി പറയണം. പക്ഷേ അവിടെ നമ്മൾ പറയരുത് ഞാൻ നിത്യശുദ്ധനാകുന്നു, ബോധസ്വരൂപനാകുന്നു. അങ്ങനെയൊക്കെ ചിലർ പറഞ്ഞു കളയുന്നു പറയാം. പേരൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അവരങ്ങനെയാണ് പറയുക. വളരെ നീളമുള്ള പേരാണ് അവർ പറയുക. നിങ്ങൾ ആരാ എന്ന് കഷ്ടകാലത്തിന് ഒരു ഇങ്ങനെയുള്ള മുറിയന്മാരോട്, മുറിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുറി വേദാന്തികളോട് ചോദിച്ചു കഴിഞ്ഞാൽ അവർ വളരെ വലിയൊരു പേര് പറയും. ആ പേര് പറയുക ഇങ്ങനെയാണ്: മനോ ബുദ്ധി അഹങ്കാര ചിത്താനി നാഹം നജ ശ്രോത്ര ജിഹ്വേ നജ ഘ്രാണ നേത്രേ നജ വ്യോമ ഭൂമിർ ന തേജോ ന വായു ചിദാനന്ദരൂപ ശിവോഹം ശിവോഹം അഹം ശിവ. എഴുതിക്കോളാൻ പറയാം. ഇത്രയാണ് ഇദ്ദേഹത്തിൻ്റെ പേരിൻ്റെ വലുപ്പം എന്ന് പറയാം.
അവിടേക്കുള്ളതല്ല. അവിടെയൊക്കെ നമുക്ക് വ്യവഹാരത്തിൽ നമ്മൾ ആരാണ് എന്ന് വ്യവഹരിക്കാൻ നമുക്ക് പറയാം. പക്ഷേ പാരമാർത്ഥിക തലത്തിൽ നാം, അതാണ് ഹനുമാൻ്റെ ഏറ്റവും വലിയ ക്വാളിറ്റി ആയിട്ട് പറയുന്നത്. അതാണ് ഹനുമാൻ ഈ ഒരു അഹന്ത ഇല്ലാത്ത ഒരാളായിരുന്നു എന്നാണ്. അപ്പം ഇതുണ്ടോ എന്ന് ശ്രീരാമൻ പരീക്ഷിക്കുന്ന സമയത്താണ് ഹനുമാൻ അതില്ല എന്ന് രാമന് ബോധ്യപ്പെട്ടത്. പറയുന്നുണ്ട്, ദേഹബുദ്ധ്യാത്തു ദാസോഹം. ശരീരത്തിൻ്റെ നിലവാരത്തിൽ അങ്ങ് പ്രഭുവാണ്, ഞാൻ ദാസനാണ്. കാരണം അങ്ങ് എന്ത് പറഞ്ഞാലും ഞാനത് അനുസരിക്കണം. അതെവിടെ? ദേഹബുദ്ധിയ. ജീവബുദ്ധിയ ത്വദംശക. ജീവൻ്റെ നിലവാരത്തിലോ അങ്ങ് പൂർണ്ണൻ, ഞാൻ അംശൻ. ആത്മബുദ്ധിയ ത്വമേവാഹം. ആത്മാവിൻ്റെ തലത്തിൽ, പാരമാർത്ഥിക തലത്തിൽ ത്വമേവാഹം, ഞാൻ തന്നെയാണ് അങ്ങ്, അങ്ങ് തന്നെയാണ് ഞാൻ. ഇതിമേ നിശ്ചിതോ മതി. ഇതെൻ്റെ നിശ്ചയിച്ചുറപ്പിച്ച ബുദ്ധിയാണ്. ഇതാണ് എനിക്ക് ഉറപ്പുറ്റ ബുദ്ധി. മറ്റതൊക്കെ വ്യാവഹാരികമാണ്. അപ്പം ഇത്തരത്തിലൊരു ബുദ്ധി നമുക്കുണ്ടായിരിക്കണം. ആ ബുദ്ധി അഹംഭാവമായി തീരരുത്. അതിനെന്ത് വേണം? പ്രാർത്ഥനയോട് കൂടിയിട്ടുള്ള ഒരു അന്വേഷണം ആവശ്യമാണ്. ഇനി ഇതും കൂടി അറിഞ്ഞിട്ട് ബാക്കിയെല്ലാം അറിഞ്ഞു, ആരെങ്കിലും ചോദിച്ചാൽ സത്യത്തെക്കുറിച്ചൊന്നും അറിഞ്ഞില്ല എന്ന് വേണ്ട, എന്നാൽ ശരി അതും കൂടി ഒന്ന് മനസ്സിലാക്കി കളയാം. അവിടെ ചിലരൊക്കെ പറയാറുണ്ട്, എനിക്കിത് കാര്യമൊക്കെ എനിക്കറിയാം. ചിലർ സംശയം ചോദിക്കുമ്പം പറയാറുണ്ട്, എനിക്കറിയാം, പിന്നെ ബാക്കിയുള്ള ആർക്കെങ്കിലും ഉപകാരപ്പെടട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ചോദിച്ചതാണെന്ന് പറയാം. മറ്റുള്ളവർക്ക് വേണ്ടി എനിക്കിതെല്ലാം കാര്യങ്ങളൊക്കെ അറിയാം. അങ്ങനെയാണ് വരുന്നത്.